നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് ശിവരാമൻ എന്നെ വിളിക്കേ. തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ഓ ഓ ഓ മോളെ ഓ 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 ഇല്ല 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 ഇല്ലടാ. ഓ ഓ ഓ ഓ ഓ ഓ ഓ കരയണ്ട കരയണ്ട കരയണ്ട. ഓ ഓ ഓ ഓ ഓ ഇതൊരു നെഗറ്റീവ് എനർജിയുള്ള മുറിയാണെന്ന് തോന്നുന്നു. അതാ മോള് കരഞ്ഞത്. ആ ചിലപ്പോ അർച്ചന ഇവിടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും നെഗറ്റീവ് എനർജി ഉള്ളതുപോലെ തോന്നുന്നത്. ആ ദേ ഇത് മുഴുവൻ കുഞ്ഞിനുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും ഒക്കെയാ. കണ്ണി കണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ദേ എന്റെ മോളെ നീ നന്നായിട്ട് നോക്കണം കേട്ടോ. നെല്ലിശ്ശേരി വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ നോക്കിക്കോളാം അവളെ. അച്ഛനെ വളർത്തിയത് ഞാനല്ലേ, അതുപോലെ മോളെ ഞാൻ തന്നെ വളർത്തിക്കോളാം. എന്നാ ശരി ആതിരെ, ഇടയ്ക്ക് ഞാൻ ഈ വഴി വരാം. അപ്പൊ ശരി അർച്ചന. നീ മോളെ ഒന്ന് പിടിച്ചേ. വേസ്റ്റ് എടുക്കാൻ ആള് വരുമ്പോ ഇതെല്ലാം എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തേക്കണം. ഒരു മൂത്തം ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവര് വാങ്ങിച്ചോണ്ട് വന്നല്ലേ ചേച്ചി, അത് നമുക്ക് വേണ്ടെന്ന് വെക്കണോ? വേണ്ടെന്ന് വെക്കണം. അവരുടെ ഒരു സാധനവും നിനക്ക് മോക്കും വേണ്ട. അവരുടെ വർത്താനം നീ കേട്ടില്ലേ? ഇതൊരു ആശുപത്രി ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഈ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നത്രേ. എനിക്കറിയാം അവരുടെ മനോഭാവം എന്തായിരുന്നു എന്ന്. നിനക്ക് വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. അവരുടെ കയ്യിൽ നീ കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്യരുത്, അവർ തരുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവന്തിയ മാഡം. ശിവരാമനോ? താനെന്താ ഇവിടെ? വൈഫ് ഇവിടെ പ്രസവിച്ച് കിടക്കുമായിരുന്നു. ഇന്നായിരുന്നു ഡെലിവറി. മാഡം ആരെ കാണാനാ വന്നേ? സന്ദീപിന്റെ ഭാര്യ ഇന്ന് പ്രസവിച്ചു, അങ്ങനെ വന്നതാ. നന്ദൻ തിരിച്ചു വന്നു അല്ലേ? എല്ലാം മാഡത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാ. എന്നാ ശരി ശിവരാമ, പോയിട്ടൽപ്പം തിരക്കുണ്ടായിരുന്നു. മാഡം, ഞാൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് പോയതിനു ശേഷം നല്ലൊരു ജോലി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. താൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് പോയതല്ലോ, പറഞ്ഞു വിട്ടതല്ലേ. മാർക്കറ്റിംഗ് ഹെഡായിരുന്ന താൻ അവിടുന്ന് കുറെ ക്യാഷ് ഒക്കെ അടിച്ചു മാറ്റിയെന്ന് കണ്ടെത്തിയപ്പോ അത് കൈയോടെ പിടിച്ച് അവിടുന്ന് അച്ഛനെ ഇറക്കി വിട്ടു. അതല്ലേ സംഭവിച്ചത്. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ മാഡം. കണക്കിൽ കൊള്ളിക്കാതെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയതാണോ അബദ്ധം? ആട്ടെ, ഇപ്പൊ എന്ത് വേണമെന്നാ ശിവരാമൻ പറഞ്ഞു വരുന്നേ? മറ്റൊന്നും വേണ്ട മാഡം, എങ്ങനെയെങ്കിലും ആ ജോലി എനിക്കൊന്ന് തിരികെ തരണം. അത് നടക്കില്ലല്ലോ ശിവരാമ. കാരണം 2 ദൈവങ്ങളുടെ പേരും വെച്ചോണ്ട് അത്രയ്ക്ക് കള്ളത്തരവാ താൻ അവിടെ ചെയ്തു കൂട്ടിയത്. ഇനി തന്റെ കാര്യവും പറഞ്ഞ് ഞാനെങ്ങനെ അച്ഛന്റെ മുമ്പിൽ പോവും? എന്നെ കൂടി തല്ലു അദ്ദേഹം. വേറെ നിവൃത്തിയില്ലത്തോണ്ടാ മാഡം. ഞാൻ ചെയ്തൊക്കെ അന്ന് വാർത്തയായല്ലോ. അതിനുശേഷം നല്ലൊരു ജോലി ഇന്നേവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. തുച്ഛമായ ശമ്പളം മാത്രമേ അതിനുള്ളൂ. വളരെ കഷ്ടപ്പാടില്ല. അത്രയ്ക്ക് കഷ്ടപ്പാട് ജീവിക്കുന്ന താനാണോ ഭാര്യയെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നല്ല പണച്ചെലവല്ലേ? ബന്ധുക്കളുടെയും കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മറിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് വളരെ താമസിച്ച ഈശ്വരൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തുള്ള മാഡം അവളെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന്. എന്റെ അവസ്ഥ മോശമാണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് നല്ലപോലെ വളർത്തണമെന്നുണ്ട് മാഡം. കുറച്ച് കാശ് തന്ന് സഹായിക്കാന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ശിവരാമ. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ വാർത്തയൊക്കെ വന്നിട്ട്. ഇനി ഏതേലും ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കുറെ അലഞ്ഞു മാഡം. എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ. അവളെ എനിക്ക് നല്ലപോലെ നോക്കണം. അതിനെന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവളെ എനിക്കൊരു കുറവും വരാതെ വളർത്തണം. ആ, ശിവരാമൻ അവസാനമായിട്ട് പറഞ്ഞെന്താ? എന്റെ മോളെ ഒരു കുറവും വരാൻ ഞാൻ നോക്കണമെന്ന്. ആ, അതല്ല, അതിന് തൊട്ടു മുമ്പ്. ആ, മോളെ നോക്കാൻ എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാന്ന്. ആ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഉറച്ച മനസ്സ് ശിവരാമനുണ്ടോ? ഉണ്ട് മാഡം, എനിക്ക് ഉറപ്പുണ്ട്. എങ്കി ശിവരാമൻ ഇനി പേടിക്കണ്ട. ഈ നിമിഷം മുതൽ തനിക്കൊരു കുറവും വരാതെ തന്നെയും കുടുംബത്തെയും തന്റെ ആഗ്രഹത്തെയും എല്ലാം ഞാൻ നോക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കാണണം. എന്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? പഴയ നമ്പർ തന്നെയാ. ഉണ്ട് മാഡം. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് ശിവരാമൻ എന്നെ വിളിക്കേ. തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ഹലോ, നീ എവിടെ? ഒന്ന് കാണണം. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത് എന്റെ ഒരു കാര്യത്തിന് കൂടെ നിന്ന് സഹായിക്കാനാ. സഹായം എന്ന് പറഞ്ഞാ വലിയൊരു സഹായം. മുൻപ് ഞാൻ ഏൽപ്പിച്ച ജോലി നിത്യ കൃത്യമായിട്ട് ചെയ്തില്ല. ഒരു അവസരം കൂടെ തരിക. ഈ അവസരത്തിനുള്ള പ്രതിഫലവും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാ. സ്വന്തമായൊരു വീടെന്ന നിത്യയുടെ എക്കാലത്തെയും ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരും. ശിവരാമന് സ്വന്തം മകളെ നല്ല രീതിയിൽ വളർത്തണം. ഒരു കുറവും വരാതെ വളർന്നു വലുതായി വലിയ നിലയിലെത്തിക്കണം. അതിന് എന്തും ചെയ്യാൻ തയ്യാറാണ്. അല്ലേ ശിവരാമ? അങ്ങനെയല്ലേ? അതെ. ഞാൻ ശിവരാമനോടൊരു കാര്യം ചോദിക്കട്ടെ. ശിവരാമന്റെ മകൾ നെല്ലിശ്ശേരിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വളർന്നാ മതിയോ? മാഡം എന്തൊക്കെയാ ചോദിക്കുന്നേ? ഒരു നിവൃത്തിയില്ലാത്ത ഞാൻ ഇത്രയും വലിയ സൗകര്യം എങ്ങനെ എന്റെ കുഞ്ഞിന് കൊടുക്കുന്നേ? അതിനുള്ള സൗകര്യം താൻ കൊടുക്കണ്ട, നെല്ലിശ്ശേരിക്കാർ കൊടുത്തോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.